വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അതിൻ്റെ കുറച്ച് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ എടുത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഞാനിപ്പോൾ ഒരു സപ്പോസ് ഹിയർ ഈസ് എ പോയിന്റ് ചാർജ്. ഇതിന് ചുറ്റും ഉള്ള അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡുള്ള റീജിയൻ ഉണ്ടല്ലോ. ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള രണ്ട് പോയിൻ്റാണ്, വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ അടുത്തടുത്തുള്ള രണ്ട് പോയിൻ്റാണ് ബിയും എയും. ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനകത്തുള്ള രണ്ട് പോയിൻ്റാണ്, വളരെ പോയിൻറ്റ്സ് വിച്ച് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ അകലത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് എന്തായി വരും? കുറഞ്ഞു വരും. ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഡിക്രീസ് ആയി വരുമല്ലോ അകലത്തേക്ക് പോകുന്നതോറും. ഇത് രണ്ട് ചാർജും വളരെ ക്ലോസ് ആണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് പോലെ വിചാരിക്കാം. അത്രയും ക്ലോസ് ആണെങ്കിൽ വളരെ അകലത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയുക. ഇതിപ്പോൾ വളരെ ക്ലോസ് ആണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് പോലെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചു. ഓക്കെ, ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ചാർജ് വെച്ചാലും ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മളൊരു Q0 വെച്ചു. അപ്പോൾ ഈ ചാർജ് ആ ചാർജിനെ റിപ്പൽ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് അതിൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് ഫോഴ്സ് F=QE എന്ന ഇക്വേഷൻ. F=QE. ചാർജ് ഇതെടുക്കണം, Q0 എടുക്കണം, ഇതിൻ്റെ ചാർജും എടുക്കണം, ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡും എടുക്കണം അല്ലേ. ഓക്കെ, ഈ ചാർജ് കാരണം അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് E. ആ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടാണ് മറ്റേ Q0ൻ്റെ ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, Q0E. അപ്പോൾ നമുക്ക് ഈ ചാർജിനെ ഇവിടുന്ന് ബിയിൽ നിന്ന് എയിലേക്ക് മൂവ് ചെയ്യിക്കണം. ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ വെരി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അത്രയും ഡിസ്പ്ലേസ്മെന്റ് ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അതിനാവശ്യമായ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക്. സോ സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു ബ്രിങ് Q0 ഫ്രം ബി ടു എ. Q0നെ ബിയിൽ നിന്ന് എയിലെത്തിക്കാനുള്ള സ്മോൾ എമൗണ്ട് ഓഫ് വർക്കിനെ നമുക്ക് ഫോഴ്സ് ഇൻറ്റു FS cos θ അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ ആണ്. കോസ് തീറ്റ നമുക്ക് 180 കൊടുക്കാം. ഓക്കെ, സോ ഇത് മൈനസ് F ഡെൽറ്റ ആർ വരും. എഫിന് പകരം ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു എഫിന് പകരം മൈനസ് Q0E എന്ന് കൊടുക്കാം, ഇൻറ്റു ഡെൽറ്റ ആർ വരും. ഓക്കെ, ദിസ് ഈസ് എ വർക്ക് റിക്വയർഡ് ടു ബ്രിങ് Q0 ഫ്രം ബി ടു എ. എന്തായിരുന്നു ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് വെച്ചാൽ എന്തായിരുന്നു? വർക്ക് റിക്വയർഡ് ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 കൂളംബ് ഫ്രം 1 പോയിന്റ് ടു അനദർ പോയിന്റ്. അപ്പോൾ ഇത് Q0 കുളമ്പിനെ ബിയിൽ നിന്ന് എയിലെത്തിക്കാനുള്ള വർക്കായത്. ആ വർക്കാണ് ഡെൽറ്റ ഡബ്ല്യു. രണ്ട് പോയിന്റ് വളരെ അടുത്തായതുകൊണ്ടാണ് വർക്ക് സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇത് Q0 കുളമ്പിനെ ബിയിൽ നിന്ന് എയിലെത്തിക്കാനുള്ള വർക്കായത്. Q0 കുളമ്പിനെ എത്തിക്കാനുള്ള വർക്കാണ് ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ 1 കുളമ്പിനെ എത്തിക്കാൻ 1 കുളമ്പിന് കറസ്പോണ്ടിങ് ആയ വർക്ക് എത്ര വരും? ഡെൽറ്റ ഡബ്ല്യു ബൈ Q0. ഇത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഇതാണ് 1 കുളമ്പിന് ബിയിൽ നിന്ന് എയിലെത്തിക്കാനുള്ള വർക്ക്. ഇതിന്റെ പേരായിരുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എ. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുന്ന ഫോർമുല W/Q എന്നാണ്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഞാൻ ഡെൽറ്റ വി എന്ന് കൊടുത്തു. ഡെൽറ്റ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ഡെൽറ്റ വി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് റിക്വയർഡ് ടു ബ്രിങ് 1 കൂളംബ് ഫ്രം ബി ടു എ അല്ലേ. ഇത് Q0നെ കൊണ്ടുവരാനുള്ള വർക്കാണ്. അപ്പോൾ എങ്കിൽ 1 കൂളമ്പിനെ കൊണ്ടുവരാൻ ഈ വർക്ക് W/Q0 എന്നാണ് ഫോർമുല, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഫോർമുല. നമ്മൾ സ്റ്റാർട്ടിംഗ് ക്ലാസ്സിൽ പറഞ്ഞ ഫോർമുലയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു minus Q0 E delta R
divided by Q02. Okay, so it's cancel. So E is equal to minus delta V by delta R വരും. Electric field equal to minus delta V by delta R. Okay, so ഇവിടെയുള്ള ഇപ്പോൾ ഈ രണ്ട് എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് ഇല്ലേ, ആ പോയിന്റിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഈ ചാർജ് കാരണം, ക്യാപിറ്റൽ ക്യൂ കാരണം അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുക. രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 കൂളമ്പിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഡിസ്റ്റൻസ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഈ ചാർജ് കാരണം അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ എടുത്താൽ, ഈ ഇക്വേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്, പക്ഷെ പൊട്ടൻഷ്യൽ സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയും തമ്മിലാണ് ഇവിടെ റിലേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈ നെഗറ്റീവ് എന്താ കാണിക്കുന്നത് വെച്ചാൽ, ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എടുക്കുന്നെങ്കിൽ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ നിർത്താൽ മതി. ഈ നെഗറ്റീവിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നെഗറ്റീവിന്റെ മീനിങ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ കുറയും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ കുറയും എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വെച്ചു. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എവേ അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് പോകും തോറും പൊട്ടൻഷ്യൽ കുറയും. എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് അകലും തോറും പൊട്ടൻഷ്യൽ കുറയും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ, ഇവിടെ ലോ പൊട്ടൻഷ്യൽ. എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജിന്റെ അടുത്തായിരിക്കും ഹൈ പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് അങ്ങോട്ട് പോകും തോറും പൊട്ടൻഷ്യൽ കുറയും. സോ ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ കുറയും. എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജിന്റെ കേസിൽ ഇങ്ങോട്ട് വരുന്നവരാണ് പൊട്ടൻഷ്യൽ കുറയുക. അപ്പോൾ ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ, ഇവിടെ ലോ പൊട്ടൻഷ്യൽ. ഓക്കെ, ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. സോ നെഗറ്റീവ് ചാർജിന്റെ അടുത്താണ് ലോ പൊട്ടൻഷ്യൽ, പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ പോസിറ്റീവ് ചാർജിന്റെ അടുത്ത് ഹൈ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ നെഗറ്റീവ് ചാർജിന്റെ അടുത്താണ് ലോ പൊട്ടൻഷ്യൽ. ഓക്കെ, അതാണ് നെഗറ്റീവിന്റെ മീനിങ്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് പോകും തോറും പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. ഇത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിക്രീസ് ആവും. ഓക്കെ, ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതുകയാണെങ്കിൽ, ഇൻ ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ എന്ന് എഴുതാം. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആറിന് വരെ ഡി വി ബൈ ഡി ആർ എന്ന് എഴുതാം. ഈ ടേമിന് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, അതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രാഡിയന്റ് എന്ന് പറയും. സോ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു മൈനസ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രാഡിയന്റ്. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്, ഇതിനാണ് പൊട്ടൻഷ്യൽ ഗ്രാഡിയന്റ് എന്ന് വിളിക്കുന്നത്. പൊട്ടൻഷ്യൽ ഗ്രാഡിയന്റ്. ഓക്കെ, യെസ്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ ഇപ്പോൾ നമ്മൾ കമ്പോണന്റ് ഫോമിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് 3 കമ്പോണന്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇലക്ട്രിക് ഫീൽഡിന് 3 കമ്പോണന്റ് ഉണ്ട്, ഇ എക്സ്, ഇ വൈ, ഇ സെഡ്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ ഫോർമുല ഇ ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ എന്നാണല്ലോ എഴുതിയത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻ എക്സ് ആക്സിസ് കാണാൻ മൈനസ് ഡി വി ബൈ ഡി എക്സ് ചെയ്താൽ, ഇലക്ട്രിക് ഫീൽഡ് ഇൻ വൈ ആക്സിസ് കാണാൻ മൈനസ് ഡി വി ബൈ
ഡി വൈ ചെയ്താൽ മതി. ഇലക്ട്രിക് ഫീൽഡ് ഇൻ സെഡ് ആക്സിസ് കാണാൻ മൈനസ് ഡി വി ബൈ ഡി സെഡ് ചെയ്താൽ മതി. അങ്ങനെ ഇത് മൂന്ന് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ 3 കമ്പോണൻറ്റ് കിട്ടും. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെ എഴുതാം? വെക്റ്റർ ഫോമിൽ ഇത്ര ഇലക്ട്രിക് ഫീൽഡ് എക്സിൽ, ഇത്ര ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിസിൽ, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഈ എക്സ് ആ ഇലക്ട്രിക് ഫീൽഡാണ് എക്സ് ആക്സിസിൽ, അപ്പോൾ അവിടെ ഐ ക്യാപ് പ്ലസ് ഇത്ര ഇലക്ട്രിക് ഫീൽഡ് വൈ ആക്സിസിലാണ്, സോ ഇ വൈ ജെ ക്യാപ് പ്ലസ് ഇത്ര ഇലക്ട്രിക് ഫീൽഡ് സെഡ് ആക്സിസിലാണ്, അപ്പോൾ ഇ സെഡ് കെ ക്യാപ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ഇ എക്സ് സ്ക്വയർ പ്ലസ് ഇ വൈ സ്ക്വയർ പ്ലസ് ഇ സെഡ് സ്ക്വയർ. അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊട്ടൻഷ്യൽ നമുക്ക് ഇങ്ങനെ തരികയാണ്. പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തരികയാണ്. ഇപ്പോൾ 3x സ്ക്വയർ വൈ പ്ലസ് 2yz മൈനസ് 2xz സ്ക്വയർ. ഇങ്ങനെയൊക്കെയാണ് പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നത്. പൊട്ടൻഷ്യലാണ് തന്നിരിക്കുന്നത്. ചോദ്യമാണ് ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 1 1 0. അങ്ങനെ വിചാരിച്ചു. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 1 1 0 അങ്ങനെ വിചാരിച്ചോളൂ. ഈ പോയിന്റിലുള്ള, അപ്പോൾ ഇതാണ് എക്സ്, ഇതാണ് വൈ, ഇതാണ് സെഡ്. ഓക്കെ, ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പൊട്ടൻഷ്യല് എക്സിനെയും വൈനെയും സെഡിനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെയാകുമ്പോൾ ഈ എക്സ് കാണാൻ എന്ത് ചെയ്യുക? ഈ എക്സ് കാണാൻ മൈനസ് ഡി വി ബൈ ഡി എക്സ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡിന് എക്സ് ആക്സ് കാണാൻ. വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയും സെഡും കോൺസ്റ്റന്റ്. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് y കോൺസ്റ്റന്റ്. അപ്പൊ 3y ഇസ് എ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈയും സെഡും കോൺസ്റ്റന്റ്. അപ്പൊ ഇതിൽ 3y കോൺസ്റ്റന്റ്. 3y ടേക്ക് ഔട്ട് സൈഡ്. 3y കോൺസ്റ്റന്റ്. എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x. ഓക്കെ, ഇതിൽ വൈയും സെഡും കോൺസ്റ്റന്റാ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നതുകൊണ്ട് വൈയും സെഡും കോൺസ്റ്റന്റ്. ഇത് ടോട്ടലി ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആണ്. അപ്പോൾ ഇത് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ 2z സ്ക്വയർ ആണ് കോൺസ്റ്റന്റ്. 2z സ്ക്വയർ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നു അല്ലേ? അപ്പൊ 2z സ്ക്വയർ കോൺസ്റ്റന്റ്. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 ആണ്. അപ്പൊ എങ്ങനെയായി? സോ ഇത് മൈനസ് 6xy മൈനസ് മൈനസ് പ്ലസ് ആവും, പ്ലസ് 2z സ്ക്വയർ വരും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻ വൈ ആക്സിസ് കാണുമ്പോൾ മൈനസ് ഡി വി ബൈ ഡി വൈ വരും. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സും സെഡും കോൺസ്റ്റന്റ്. സോ ഇതിൽ 3x സ്ക്വയർ കോൺസ്റ്റന്റ്. 3x സ്ക്വയർ കോൺസ്റ്റന്റ്. വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു വൈ, അപ്പോൾ അത് ചെയ്താൽ 1 ആണ്. പ്ലസ് ഇതിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആ ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2z കോൺസ്റ്റന്റ്. 2z കോൺസ്റ്റന്റ്. വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 ആണ്. അപ്പോൾ ഇങ്ങനെ വരും. സോ ഇത് മൈനസ് 3x സ്ക്വയർ മൈനസ് 2z ആവും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ വൈ ആക്സിസ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻ സെഡ് ആക്സിസ് കാണാൻ മൈനസ് ഡി വി ബൈ ഡി സെഡ് എടുക്കണം. മൈനസ് ഡി വി ബൈ ഡി സെഡ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ എക്സും വൈയും കോൺസ്റ്റന്റാ. ഓക്കെ, എക്സും വൈയും കോൺസ്റ്റന്റ്. നേരത്തെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അപ്പോൾ നേരത്തെ രണ്ടാമത്തെ ഡിഫറൻഷിയേഷനിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പോൾ എക്സും സെഡും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സും വൈയും കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. ഇതിൽ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ y കോൺസ്റ്റന്റ്. സോ 2y കോൺസ്റ്റന്റ് ഇൻറ്റു സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 ആണ്. മൈനസ് ഇതിൽ 2x കോൺസ്റ്റന്റ്. ഇപ്പോൾ 2x കോൺസ്റ്റന്റ്. സെഡ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു സെഡ്. അപ്പോൾ അത് ചെയ്താൽ 2z ആണ്. സോ ഇത് മൈനസ് 2y പ്ലസ് 4xz വരും.
ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് സെഡ് ആക്സിസ്. അപ്പോൾ ഫൈനൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ എഴുതാം നമുക്ക്? ഇ എക്സ് ഐ ക്യാപ് പ്ലസ് ഇ വൈ ജെ ക്യാപ് പ്ലസ് ഇ സെഡ് കെ ക്യാപ്. ഇങ്ങനെ എഴുതാം ഇലക്ട്രിക് ഫീൽഡിന്. എക്സിൽ പ്ലസ് വൈയിൽ പ്ലസ് സെഡിൽ ആ രൂപത്തിൽ ഓരോ ആക്സിസിലായിട്ട് ഇങ്ങനെ കമ്പോണന്റ് ഫോമിൽ ഇങ്ങനെ എഴുതാം. ഇ എക്സ് എത്രയാണ്? -6xy പ്ലസ് 2z². അതിൻ്റെ കൂടെ ഐ ക്യാപ് പ്ലസ് ഇ വൈ എത്രയാണ്? -3x² - 2z. അതിൻ്റെ കൂടെ ജെ ക്യാപ്. ഈ സെഡ് എത്രയാണ്? -2y പ്ലസ് 4xz. അതിൻ്റെ കൂടെ കെ ക്യാപ്. ഇങ്ങനെയാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 110 എന്നാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടി. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 110 എന്ന് വെച്ചാൽ ഇതാണല്ലോ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയിരിക്കുന്നത്. x1 y1 z0. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ എക്സിന് 1 കൊടുക്കണം. ഇലക്ട്രിക് ഫീൽഡ് ആദ്യം തന്നെ കൊടുക്കലല്ല, ഇതിൽ കൊടുക്കലല്ല. ഇതിൽ കൊടുത്താൽ 1 എക്സിന് 1 വൈക്ക് 1 എല്ലാം കൊടുത്താൽ പൊട്ടൻഷ്യലാണ് കിട്ടുക. ഫീൽഡ് കണ്ടിട്ട് വേണം എക്സിന് 1 വൈക്ക് 1 സെഡിന് 0 കൊടുക്കുക. അപ്പോൾ ഇതിൽ കൊടുക്കുക x1 y1. സോ -6 ഇൻറ്റു ഇത് രണ്ടും 1 1 × 1. സെഡ് 0 ആണ്. അപ്പോൾ സെഡ് ഇതിൽ 0 ആണ്. അപ്പോൾ അത് ഉണ്ടാവില്ല. ഇതിൻ്റെ കൂടെ ഐ ക്യാപ്പാണ് പ്ലസ് സെഡ് 0 ആണ്. അപ്പോൾ ഇത് പോട്ടെ. x1 ആണ്. അപ്പോൾ -3 × 1 സ്ക്വയർ അങ്ങനെ വരും. -3 ഇൻറ്റു അതിൻ്റെ കൂടെ ജെ ക്യാപ്പാണ്. സെഡ് ഇല്ല, സെഡ് 0 ആണ്. അതുകൊണ്ട് അത് പോയി. ഇതിൽ സെഡ് 0 ആയതുകൊണ്ട് സെഡ് കോർഡിനേറ്റ് 0 ആണ്. അതുകൊണ്ട് ഇതെല്ലാം ഇത് ഈ ടേം പോയി. ഇതേ ഉണ്ടാവും. y1 ആണ്. അപ്പോൾ -2y1 ആണ്. അതിൻ്റെ കൂടെ കെ ക്യാപ്. ഓക്കെ. സോ ഇത് -6i ക്യാപ് -3j ക്യാപ് -2 കെ ക്യാപ്. ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ഓക്കെ. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വരും? മാഗ്നിറ്റ്യൂഡ് വരിക √6² 6² പ്ലസ് 3² പ്ലസ് 2². സോ √36 പ്ലസ് 9 പ്ലസ് 4 √49 7 വരും. ന്യൂട്ടൺ പെർ കുളം ആ രൂപത്തിൽ വരും. ഓക്കെ. അപ്പോൾ ഈ രൂപത്തിൽ തന്നാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. റെഡി? ഞാൻ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. ഓക്കെ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. കുറേ ചാർജുകൾ വിചാരിക്കുക. Q1 Q2 Q3 അങ്ങനെ എക്സെട്ര Qn. കുറേ ചാർജുകളുണ്ട്. ഇവരൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ പറയുമ്പോൾ ഈ ചാർജുകളെയൊക്കെ നമ്മൾ ഇൻഫിനിറ്റിയിലുള്ളതായിട്ട് സങ്കല്പിക്കുക. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇൻഫിനിറ്റിയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഓക്കെ. അപ്പോൾ ഈ ചാർജുകളൊക്കെ ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ ഇതിനെല്ലാം നമ്മൾ ഇൻഫിനിറ്റിയിലുള്ളതായിട്ട് സങ്കല്പിക്കുക. ഇപ്പോൾ Q1 ഇൻഫിനിറ്റിയിൽ എവിടെയോ, Q2 അതുപോലെ വേറെ എവിടെയോ. ഈ ചാർജുകളൊക്കെ നമ്മൾ ഇൻഫിനിറ്റിയിൽ സങ്കല്പിക്കുക. ഇവർ തമ്മിൽ യാതൊരു ഇൻട്രാക്ഷനും ഇല്ല. ഇത് Q1 എവിടെയോ ഉള്ളത്, Q2 വേറെ എവിടെയോ ഉള്ളത്, അങ്ങനെ Q3 വേറെ എവിടെയോ ഉള്ളത്, ഇൻഫിനിറ്റിയിൽ വേറെ എവിടെയോ ഉള്ളത്. അവർ തമ്മിൽ യാതൊരു ഇൻട്രാക്ഷൻ ഇല്ല, യാതൊരു ഫോഴ്സും ഇല്ല. അതെവിടെയോ Q1 എവിടെയോ Q2 വേറെ എവിടെയോ ആ രൂപത്തിലാണ്. അങ്ങനെ എല്ലാ ചാർജിനെയും ഇൻഫിനിറ്റിയിൽ സങ്കല്പിക്കുക. ഈ ചാർജുകളൊക്കെ തമ്മിൽ ദർ ഇസ് നോ ഇൻട്രാക്ഷൻ. അപ്പോൾ എല്ലാം ഇൻഫിനിറ്റിയിലുള്ളതായിട്ട് സങ്കല്പിച്ചു. ഇൻഫിനിറ്റിയിൽ നിന്ന് 1 by 1 ആയിട്ട് അവരുടെ ലൊക്കേഷനിലേക്ക് എത്തിക്കുക. എന്ന് വെച്ചാൽ Q1 ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ എത്തിക്കുക, Q2 ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ എത്തിക്കുക. അങ്ങനെ ഓരോ ചാർജിനെയും അവരുടെ പ്രസന്റ് ലൊക്കേഷനിലേക്ക് അവരെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇൻഫിനിറ്റിയിലുള്ളതായിട്ട് വെറുതെ സങ്കല്പിക്കുക. എന്നിട്ട് അവിടെ നിന്ന് അവരുടെ പ്രസന്റ് ലൊക്കേഷനിലേക്ക് അവരെ എത്തിക്കാൻ ആവശ്യമായ ഓരോന്നിനും 1 by 1 ആയിട്ട് ഓരോന്നിനെയും കൊണ്ടുവരിക.
കൊണ്ടുവന്ന് ഓരോന്നിനെ അവരുടെ ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഇവരുടെ ടോട്ടൽ വർക്ക്, ഇതിനൊക്കെ കൊണ്ടുവരാൻ ആവശ്യമായ ടോട്ടൽ വർക്കാണ് ഇവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു ബ്രിങ് ചാർജസ് ഫ്രം ഇൻഫിനിറ്റി ടു ദയർ പ്രസന്റ് ലൊക്കേഷൻ. ഇതിനെല്ലാം ഇൻഫിനിറ്റിയിൽ സങ്കല്പിക്കുക, എന്നിട്ട് അവിടുന്ന് ഇവരുടെ സ്ഥലത്തേക്ക് എത്തിക്കാൻ ആവശ്യമായ വർക്കിനെയാണ് അവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പോ പൊട്ടൻഷ്യൽ എനർജി ഞാൻ പറഞ്ഞത് ഫോർ 2 പോയിന്റ് ചാർജസ് 2 പോയിന്റ് ചാർജസ്. രണ്ട് പോയിന്റ് ചാർജിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിപ്പോ Q1 Q2 ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാണാം? പൊട്ടൻഷ്യൽ എനർജി കാണാം, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാണാം? രണ്ട് ചാർജിൻ്റെത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ സംഭവം ഇവരെയൊക്കെ ഇവിടുന്ന് ഒഴിവാക്കുക, ഇവർ ഇൻഫിനിറ്റിയിലുള്ളതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ Q1 ഇൻഫിനിറ്റിയിലാണ്, Q2 ഇൻഫിനിറ്റിയിലാണ്, അവർ തമ്മിൽ യാതൊരു ഇൻട്രാക്ഷനും ഇല്ല, യാതൊരു ഫോഴ്സും അവർ തമ്മിലില്ല, ഇൻഫിനിറ്റിയിലുള്ളതായിട്ട് സങ്കല്പിച്ചു. എന്നിട്ട് Q1 ഇൻഫിനിറ്റിയിൽ നിന്ന് എത്തിക്കണം അല്ലേ? Q1 ഇൻഫിനിറ്റിയിൽ നിന്ന് എത്തിക്കുക, അതിനാവശ്യമായ വർക്ക് കണ്ടേ. ഇതിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് എത്തിക്കാൻ വർക്ക് 0. കാരണം നമ്മൾ ഏതെങ്കിലും വർക്കല്ലല്ലോ പറയുന്നത്. ഈ Q1 കൊണ്ടുവരുമ്പോൾ ഈ Q2 ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, അതിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടി Q1 കൊണ്ടുവരുന്ന സമയത്ത് ഒരു Q2 ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കൂ. വർക്ക് എന്ന് പറഞ്ഞാൽ ഏത് വർക്കാണ്? അപ്പോൾ ഈ ചാർജിനെ റിപ്പൽ ചെയ്യുന്നു. അപ്പൊ റിപ്പൽ ചെയ്യുന്നു, Q1 കൊണ്ടുവരുന്ന സമയത്ത് Q1 Q2 റിപ്പൽ ചെയ്യുന്നു. അങ്ങനെ റിപ്പൽഷൻ ഉണ്ടെങ്കിൽ ആ റിപ്പൽഷന് എതിരെ ചെയ്യുന്ന വർക്ക് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഇതിപ്പോ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് അതിനെ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരും, ആ വർക്കാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പൊ രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ ഇതിനെ റിപ്പൽ ചെയ്യുന്നു. ആ റിപ്പൽഷന് എതിരായി ചെയ്യുന്ന വർക്കാണ് വേണ്ടത്, അല്ലാതെ ഏതെങ്കിലും വർക്കല്ല. അപ്പൊ Q1 കൊണ്ടുവരുന്ന സമയത്ത് വേറെ ഒരു ചാർജും ഇവിടെ ഇല്ല, റിപ്പൽ ചെയ്യാനും ആരുമില്ല, അട്രാക്ട് ചെയ്യാനും ആരുമില്ല. അപ്പൊ റിപ്പൽ ചെയ്യാൻ ആളുണ്ടെങ്കിൽ ആ റിപ്പൽഷന് എതിരെ ചെയ്യുന്ന വർക്ക് നമുക്ക് വേണ്ടത്. റിപ്പൽഷൻ ഒന്നും ഇല്ലല്ലോ, അപ്പൊ റിപ്പൽഷനെതിരെ വർക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് Q1 കൊണ്ടുവരാൻ, Q1 എത്തിക്കാൻ വർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാർജിനെ ഇവിടെ എത്തിക്കുമ്പോൾ വർക്ക് 0 ആണ്. അപ്പൊ Q1 എത്തിക്കാനുള്ള വർക്ക് 0 ആണ്. ഓക്കെ, ഇനി Q1 ഇവിടെ എത്തിയേ, Q1 എത്തിക്കഴിഞ്ഞാൽ ഇനി പ്രശ്നമാണ്. Q2 ബിയിലെത്തിക്കണം. ഓക്കെ, ഇനി Q2 കൊണ്ടുവരുന്ന സമയത്ത് Q1 എന്ത് ചെയ്യും? Q1 അതിനെ റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷന് എതിരായിട്ട് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം Q2. അപ്പോൾ Q2 ഇവിടെ എത്തിക്കാൻ വർക്ക് ചെയ്യണം. കാരണം Q2 കൊണ്ടുവരുന്ന സമയത്ത് Q1 ഇവിടെ ഉണ്ട്. ഓക്കെ, സോ Q1 റിപ്പൽഷന് എതിരായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും Q2 ഇവിടെ എത്തിക്കാൻ വേണ്ടി. ഓക്കെ, അത് കണ്ടുപിടിക്കാം നമുക്ക്. ഇപ്പൊ ഒരു ചാർജ് ഇവിടെ എത്തിയില്ലേ, അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടുത്ത Q2 ഇവിടെ എത്തിക്കാനുള്ള വർക്കല്ലേ വേണ്ടത്, Q2 ബിയിൽ എത്തിക്കാനുള്ള വർക്കല്ലേ വേണ്ടത്. അതിന് വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ചാർജ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എഴുതുക. ഈ ചാർജ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എത്രയാ? 1/4πε0 Q/R. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ Q1/R വരും. Q1/R. ഒരു ചാർജ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എഴുതുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എഴുതുക. പൊട്ടൻഷ്യൽ എഴുതി. എന്നിട്ടോ എന്തായിരുന്നു പൊട്ടൻഷ്യൽ? 1 കുളമ്പിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ എത്തിക്കാനുള്ള വർക്കായത്, 1 കുളമ്പിനെ കൊണ്ടുവരാനുള്ള വർക്കായത്. 1 കുളമ്പിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാനുള്ള വർക്കല്ലേ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ 1 കുളമ്പിനെ കൊണ്ടുവരാൻ ഇത്ര വർക്ക് വേണമെങ്കിൽ 2 കുളമ്പിനെ കൊണ്ടുവരാൻ × 2, 10 കുളമ്പിനെ കൊണ്ടുവരാൻ × 10 വേണം. അപ്പോൾ Q2 കൊണ്ടുവരാൻ × Q2 വേണം. അപ്പൊ ഇത് × Q2 എടുത്താൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ, ഒരു ചാർജ് എത്തിക്കഴിഞ്ഞാൽ ആ ചാർജ് കാരണം അടുത്ത പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഇതാ. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ 1 കുളമ്പിനെ ഇൻഫിനിറ്റി ഇവിടെ എത്തിക്കാനുള്ള വർക്കാണ്. അപ്പൊ 1 കുളമ്പിനെ എത്തിക്കാൻ ഇത്ര വർക്ക് ചെയ്യണം. അപ്പൊ Q2 എത്തിക്കാൻ × Q2 അത്രയും വർക്ക് ചെയ്യണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഈ ചാർജ് എത്തിക്കഴിഞ്ഞാൽ ഇത് കാരണം അടുത്ത പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എടുക്കുക. ആ പൊട്ടൻഷ്യൽ
നെക്സ്റ്റ് കൊണ്ടുവരുന്ന ചാർജ് എടുക്കുക Q2. പൊട്ടൻഷ്യൽ ഇൻറ്റു അടുത്ത കൊണ്ടുവരുന്ന ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ Q2 ഇവിടെ എത്തിക്കാനുള്ള വർക്ക് കിട്ടും. അപ്പോൾ Q2 എത്തിക്കാനുള്ള വർക്കാണല്ലോ ഇത്. അപ്പോൾ Q2 ഇവിടെ എത്തിക്കാനുള്ള വർക്ക് എത്രയാ? W2 എത്രയാ? 1/4πε0 Q1 Q2/R വന്നു. ഓക്കെ, ഇത് അഥവാ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ, ഇത് നെഗറ്റീവ് ചാർജ് ആണെന്ന് വിചാരിച്ചോ. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇത് അതിനെ, മറ്റേത് പോസിറ്റീവ് ആണ്, ഇത് അതിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും അല്ലേ. അപ്പോൾ ഈ ചാർജ് തന്നെയാണ് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ നെഗറ്റീവ് എടുക്കണം. നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്, ഇത് മൊത്തം ഒന്ന് നെഗറ്റീവ് എടുക്കണം, ഒന്ന് പോസിറ്റീവ് എടുക്കണം. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ് ആവും, ആ രൂപത്തിൽ കൊടുക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ എഴുതുമ്പോഴും പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോഴും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ വർക്ക് ഇത്ര ഇട്ട് യെസ്. അപ്പോൾ Q1 ഇവിടെ എത്തി, Q2 ഇവിടെ എത്തി. Q2 എത്തിക്കാൻ ആവശ്യമായ വർക്കായത്. Q2 അവിടെ എത്തിക്കാൻ ആവശ്യമായ വർക്കാണത്. അപ്പോൾ രണ്ട് ചാർജും എത്തി. അപ്പോൾ രണ്ട് ചാർജിനെ എത്തിക്കാനുള്ള ടോട്ടൽ വർക്ക്. അപ്പോൾ എങ്ങനെയാ പൊട്ടൻഷ്യൽ എനർജി കാണുക? ഇവരെ ആദ്യം ഇൻഫിനിറ്റിയിൽ സങ്കല്പിച്ചു, എന്നിട്ട് ഓരോ ചാർജിനെ അവിടെ എത്തിച്ചു. അതിനാവശ്യമായ ടോട്ടൽ 1/1 ആയിട്ട് എത്തിക്കുക. അതിനാവശ്യമായ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ W1 + W2 വരും. സോ 0 + 1/4πε0 Q1 Q2/R വരും. ഇതാണ് ടോട്ടൽ വർക്ക്. ഈ ടോട്ടൽ വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഈ വർക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? 1/4πε0 Q1 Q2/R. ഇത് ഏതെങ്കിലും ഒരു ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ഇതാണ് ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഇതാണ് ഈ രണ്ട് ചാർജിനെയും ഇൻഫിനിറ്റിയിൽ നിന്ന് അവരുടെ പ്രസന്റ് സ്ഥലത്തേക്ക് എത്തിക്കാൻ ആവശ്യമായ ടോട്ടൽ വർക്ക്. ഇതാണ് അവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 3 ചാർജ് ഉണ്ടെങ്കിലോ? സപ്പോസ് ദർ ആർ 3 ചാർജസ്. 3 ഉണ്ട്. Q1 ഉണ്ട്, Q1 എയിലാണ്, Q2 ബിയിലാണ്, Q3 സിയിലാണ്. 3 ചാർജ് ഉണ്ട്. ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി കാണണം. ഇതിപ്പോൾ 1ഉം 2 ആയതുകൊണ്ട് Q1ഉം Q2 അല്ലേ? Q1ഉം Q2 ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ഞാൻ R12 എന്നെടുത്ത്. ഇത് Q1ഉം Q3യും ആയതുകൊണ്ട് ഡിസ്റ്റൻസ് R13 എന്നെടുത്ത്, 13. Q2ഉം Q3യും ആയതുകൊണ്ട് ഡിസ്റ്റൻസ് R23 എന്നെടുത്തു. ഇവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? ഈ ചാർജിനൊക്കെ ഈ സ്ഥലത്തുനിന്ന് ഇൻഫിനിറ്റിയിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ ഈ ചാർജുകളൊക്കെ ഇൻഫിനിറ്റിയിലേക്ക് പോയി. ഓക്കെ, ഇൻഫിനിറ്റിയിൽ നിന്ന് 1/1 ആയിട്ട് ഇവിടെ എത്തിക്കാനുള്ള വർക്കല്ലേ. ഫസ്റ്റ് ചാർജ് Q1 ആണ്. ഫസ്റ്റ് ചാർജിന് എത്തിക്കുന്ന സമയത്ത് അതിനെ റിപ്പൽ ചെയ്യാനോ അട്രാക്ട് ചെയ്യാനോ വേറെ ചാർജൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ചാർജിനെ എത്തിക്കാൻ ആവശ്യമായ വർക്ക് 0 ആണ്. അപ്പോൾ Q1നെ എത്തിക്കാൻ ആവശ്യമായ വർക്ക് 0 ആണ്. Q1നെ എത്തിക്കാൻ ആവശ്യമായ വർക്ക് 0 ആണ്, വേറെ ചാർജൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇനി ഒരു ചാർജ് എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഒരു ചാർജ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എഴുതണം. അടുത്ത പോയിന്റ് ബി ആണ്. ബിയിൽ കൊണ്ടുവരേണ്ടത് ആരെയാ? Q2നെയാണ്. അപ്പോൾ ഇത് എത്തിക്കഴിഞ്ഞാൽ അടുത്ത പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എഴുതണം. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എത്രയാ? 1/4πε0. ഇത് കാരണം ഇതാണല്ലോ ഇവിടെ എത്തിയത്. ഇത് കാരണം അടുത്ത പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഇത്. അപ്പോൾ Q1 ഡിസ്റ്റൻസ് R12 ആണ്. ഇതാണ് അടുത്ത പോയിന്റിലുള്ള. ഒന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എഴുതുക. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? 1 പൊട്ടൻഷ്യൽ ഡിസ്റ്റൻസ് R12 ആണല്ലോ. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ 1 കുളമ്പിനെ ഇൻഫിനിറ്റിന്ന് ഇവിടെ എത്തിക്കാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ. അപ്പോൾ Q2നെ എത്തിക്കാൻ ഇൻറ്റു Q2 അത്രയും വർക്ക് ചെയ്യണം. അപ്പോൾ Q2നെ അവിടെ എത്തിക്കാനുള്ള വർക്ക് എത്രയാ? 1/4πε0 Q1 Q2/R12. അപ്പോൾ ഒരു പോയിന്റിലുള്ള ഈ ചാർജ് കാരണം അവിടെയുള്ള പൊട്ടൻഷ്യൽ എഴുതുക. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ 1 കുളമ്പിനെ ഇൻഫിനിറ്റിന്ന് അവിടെ വരെ എത്തിക്കാനുള്ള വർക്കാണ്. അപ്പോൾ Q2നെ എത്തിക്കാൻ ഇൻറ്റു Q2 എടുത്താൽ മതി. അപ്പോൾ Q2 ഇവിടെ എത്തി. Q2നെ ബിയിലെത്തിച്ചു. ഇപ്പോൾ 2 ചാർജ് ഇവിടെ എത്തി. ഇനി അടുത്ത പോയിന്റ് സി ആണ്. ഇനി ഈ 2 ചാർജ് കാരണം ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എഴുതണം. എത്രയാ? 1/4πε0 പൊട്ടൻഷ്യൽ Q/R. അപ്പോൾ Q1/R13. R13 വരും പ്ലസ് ഇത് കാരണം ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എഴുതണം. 1/4πε0 Q2 ഇവിടെ ഡിസ്റ്റൻസ് R23 ആണ്. ഇതാണ് ഈ 2 ചാർജ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ.
എന്താ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ സംഭവം തരുന്നു 1 കുളമ്പിനെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് 1 കുളമ്പിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് സി വരെ എത്തിക്കാനുള്ള വർക്കായത്. അപ്പോൾ 1 കുളമ്പിനെ എത്തിക്കാൻ ഇത്ര വർക്ക് ചെയ്യണം. അപ്പോൾ Q3 എത്തിക്കാൻ ഇൻറ്റു Q3 അത്രയും വർക്ക് ചെയ്യണം. സോ ഇത്രയും വർക്ക് ചെയ്താൽ Q3 എന്നുള്ള ചാർജ് അവിടെ എത്തും. അപ്പോൾ Q3 എത്തിക്കാൻ ആവശ്യമായ വർക്കായത് W3 എത്ര വരും? Q1 ഇൻറ്റു Q3 ഈ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ 1/4πε0 Q1 ഇൻറ്റു Q3 ബൈ R13 പ്ലസ് 1/4πε0 Q2 ഇൻറ്റു Q3 ബൈ അവരമ്മ ഡിസ്റ്റൻസ് R23. ഇനി എല്ലാ വർക്കും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ വർക്ക് ഇതെല്ലാം ആഡ് ചെയ്യണം. എല്ലാത്തിലും കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? 1/4πε0 അത് കോമണാണ്. അത് പുറത്തെടുത്താൽ ബാക്കി ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്താൽ മതി. Q1 Q2 ബൈ R12 പ്ലസ് Q1 Q3 ബൈ R13 പ്ലസ് Q2 Q3 ബൈ R23. ഇതാണ് ആ ചാർജിനെയൊക്കെ ഈ ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ടോട്ടൽ വർക്ക്. ഈ ടോട്ടൽ വർക്കാണ് അവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇനി ഇക്വേഷൻ ഓർക്കൽ സിമ്പിളാണ്. 1/4πε0 കോമൺ അല്ല, എല്ലാത്തിലും ഉണ്ടാവില്ല. പിന്നെ ഇവർ തമ്മിലുള്ള എല്ലാ കോമ്പിനേഷനും എടുത്താൽ മതി. ഇങ്ങനെയല്ലേ ഫോമുല വരുന്നത്? 1/4πε0 കോമൺ. പിന്നെ Q1 Q2 ബൈ R12 Q1 ഇൻറ്റു Q1 Q2 ബൈ R12 പ്ലസ് Q1 Q3 ബൈ R13 പ്ലസ് Q2 Q3 ബൈ R23. ഇങ്ങനെയുള്ള എല്ലാ കോമ്പിനേഷൻ എടുത്താൽ Q1 Q2 ബൈ R12 പ്ലസ് Q1 Q3 ബൈ R13 പ്ലസ് Q2 Q3 ബൈ R23 1/4πε0 കോമൺ ആയിട്ട് ഔട്ട് സൈഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 4 ചാർജ് ഉണ്ടെങ്കിലോ, 4 പോയിന്റ് ചാർജ് ഉണ്ടെങ്കിലോ, 4 പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. Q1 Q2 Q3 Q4 4 ഇതിപ്പോൾ 1ഉം 2 ആയതുകൊണ്ട് ഡിസ്റ്റൻസ് R12, 2ഉം 3 ആയതുകൊണ്ട് R23, 3ഉം 4ഉം ആയതുകൊണ്ട് R34, 1ഉം 4ഉം ആയതുകൊണ്ട് R14. അപ്പോൾ ഇവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എത്ര തരും? ഞാൻ പറഞ്ഞ എല്ലാ കോമ്പിനേഷൻ എടുക്കാനല്ലേ പറഞ്ഞത്. 1/4πε0 കോമൺ. എല്ലാ കോമ്പിനേഷനും പറയും. Q1 Q2 ബൈ R12 പ്ലസ് ഇങ്ങനെ ഇവർ തമ്മിൽ എഴുതുകയാണെങ്കിൽ Q2 Q3 ബൈ R23 ഡിസ്റ്റൻസ് R23 ആണ്. അടുത്ത ഈ കോമ്പിനേഷൻ എഴുതുമ്പോൾ Q3 Q4 ബൈ ഡിസ്റ്റൻസ് R34 ആണ്. പ്ലസ് അടുത്ത ഈ കോമ്പിനേഷൻ എഴുതുകയാണെങ്കിൽ Q1 Q4 ആണ്, ഡിസ്റ്റൻസ് R14. എല്ലാ കോമ്പിനേഷനും ആയോ? ഇല്ല. ഇങ്ങനെ വരൂലേ? ഇങ്ങനെയും ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഇത് 1ഉം 3ഉം ആയതുകൊണ്ട് R13. അപ്പോൾ ഈ കോമ്പിനേഷൻ എഴുതുമ്പോൾ Q1 Q3 ബൈ R13 വരും. പ്ലസ് ഇനി ഈ കോമ്പിനേഷൻ എഴുതുകയാണെങ്കിൽ Q2 Q4 വരും. Q2 Q4 ബൈ 2ഉം 4ഉം ആയതുകൊണ്ട് ഡിസ്റ്റൻസ് R24. Q2 Q4 ബൈ R24. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. എന്ന് വെച്ചാൽ ഇതാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ചാർജുകളെയൊക്കെ ഇവരുടെ ഈ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ടോട്ടൽ വർക്ക്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.